ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും BP കുറയ്ക്കാനും ഹൃദയാരോഗ്യം കൂട്ടുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ജ്യൂസ്. ഇതുമാത്രമല്ല കിഡ്നി, ലിവർ, പാൻക്രിയാസ് എന്നീ അവയവങ്ങളൊക്കെ ശുദ്ധീകരിക്കുന്നതിനും ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പ്രമേഹം ഉപാചയ വൈകല്യങ്ങളുടെ ഒരു കൂട്ടമാണ്. ഷുഗർ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ അസുഖം ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ പോലും വളരെ വ്യാപകമാണ്. ഇത് ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ്. വളരെ കാലം നീണ്ടുനിൽക്കുന്ന ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന പ്രമേഹം. പ്രമേഹത്തിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ പാൻക്രിയാസ് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് പ്രമേഹം വരുന്നതിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കാത്തത് മൂലവും പ്രമേഹം വരുന്നതിന് കാരണമാകുന്നു. ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് ഊർജത്തിനായി ഉപയോഗിക്കുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതശൈലി രോഗങ്ങളിലൊന്നാണ് പ്രമേഹം. അനാരോഗ്യകരമായ ഭക്ഷണരീതി, സ്ട്രെസ്, വ്യായാമക്കുറവ്, അമിതവണ്ണം എന്നിവയെല്ലാം പ്രമേഹം വരുന്നതിനുള്ള മറ്റു കാരണങ്ങളാണ്. മരുന്നുകളുടെ സഹായം കൂടാതെ ചില വീട്ടുവൈദ്യങ്ങളിലൂടെയും പ്രമേഹം നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. പ്രമേഹത്തിന് പരിഹാരമായി ഉപയോഗിക്കാവുന്ന നല്ലൊരു മരുന്നാണ് കുക്കുംബർ ജ്യൂസ്. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും BP കുറയ്ക്കാനും ഹൃദയാരോഗ്യം കൂട്ടുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് കുക്കുംബർ. ഇതുമാത്രമല്ല കിഡ്നി, ലിവർ, പാൻക്രിയാസ് എന്നീ അവയവങ്ങളൊക്കെ ശുദ്ധീകരിക്കുന്നതിനും കുക്കുംബർ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിന് കുക്കുംബർ ഉപയോഗിച്ച് നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഈ ഒരു ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരാൾക്ക് കുടിക്കാവുന്ന ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഈ കുക്കുംബർ നന്നായി കഴുകിയതിന് ശേഷം തൊലി കളയാതെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കുംബർ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കുക്കുംബർ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, ബ്ലഡ് പ്രഷർ എന്നിവ കുറയ്ക്കുന്നതിനും ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് കുക്കുംബർ. കൂടാതെ കുക്കുംബറിൽ പൊട്ടാസ്യം എന്ന ധാതു അടങ്ങിയിരിക്കുന്നു. ഇത് വൃക്കകളുടെ പ്രവർത്തനത്തിനും മറ്റു ശരീരകോശങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും പേശികളുടെ സങ്കോചനത്തിനും വളരെ നല്ലതാണ്. കുക്കുംബറിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് 15 ഇത് വളരെ കുറവാണ്. അന്നജമില്ലാത്ത പച്ചക്കറിയായതിനാലാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് കുക്കുംബർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫൈബർ, വൈറ്റമിൻ K, വൈറ്റമിൻ C, മാഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, സിങ്ക് തുടങ്ങിയ പോഷകങ്ങളെല്ലാം കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്നു. അടുത്തത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ് കുക്കുംബർ. അൾസർ, നെഞ്ചിരിച്ചിൽ, ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് കുക്കുംബർ ഇതുപോലെ തയ്യാറാക്കി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല മലബന്ധം അകറ്റുന്നതിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും നേരത്തെ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ലിവർ, കിഡ്നി ശുദ്ധീകരിക്കുന്നതിനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും തടി കുറയ്ക്കുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത്. നമ്മുടെ ശരീരം മൊത്തത്തിൽ വിഷവിമുക്തമാക്കുന്നതിനും ഈ ഒരു ജ്യൂസ് ഇതുപോലെ തയ്യാറാക്കി കുടിക്കാം. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ ടോക്സിൻസും പുറന്തള്ളാൻ ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഇഞ്ചി. ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞതിന് ശേഷം 2-3 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. BP കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഇഞ്ചി. ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളാണ് ഇത്തരം അസുഖങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് മല്ലിയില. ഞാനിവിടെ കുറച്ച് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റമിൻ A, വൈറ്റമിൻ C, വൈറ്റമിൻ E, സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മല്ലിയില. ഇതുമാത്രമല്ല കരോട്ടിനോയിഡുകൾ, ഫ്ലേവനോയിഡുകൾ, ആന്തോസയാനിനുകൾ തുടങ്ങിയ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും മല്ലിയിലയിൽ അടങ്ങിയിരിക്കുന്നു.
ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിന് മല്ലിയില ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എല്ലാം കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കുക. ജ്യൂസിൻ്റെ കോൺസെൻട്രേഷൻ നോക്കിയതിന് ശേഷം നല്ല തിക്കാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഇനി ഈ ജ്യൂസ് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ധാരാളം അടങ്ങിയ ഒന്നാണ് ചെറുനാരങ്ങ. ഈ ഒരു ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിന് ഈ ഒരു ജ്യൂസ് വെറും വയറ്റിൽ 1 മാസം അടുപ്പിച്ച് കുടിക്കണം. ഷുഗറുള്ളവർ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഡയറ്റിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ബീൻസ്, പീസ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ സാൽമൺ, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ കറി രൂപത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വറുത്തതും മധുരപലഹാരങ്ങളും ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കുക. ഫ്ലാക്സ് സീഡുകൾ, ചിയ സീഡുകൾ, സൂര്യകാന്തി വിത്തുകൾ, മത്തങ്ങയുടെ വിത്തുകൾ എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 20 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. ധാരാളം വെള്ളം കുടിക്കണം. നന്നായി ഉറങ്ങണം. ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ആരോഗ്യ ഗുണങ്ങളുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഹെൽത്തി റെസിപ്പിയും ഇൻഫർമേഷനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.